നമസ്കാരം. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ നിന്നും പിന്മാറുക എന്ന സങ്കല്പത്തോടുകൂടി ഒരുപക്ഷെ വിൽപ്പന ചെയ്യുവാൻ തയ്യാറാകുമെങ്കിൽ പോലും താൽക്കാലികമായിട്ട് വാടകയ്ക്ക് അഥവാ ലീസിന് കൊടുത്തുകൊണ്ട് വ്യാപാര മേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിദഗ്ധമായിട്ട് അന്വേഷണവും അല്ലെങ്കിൽ സാങ്കേതികമായിട്ടും പ്രായോഗികമായിട്ടും പ്രാദേശികമായിട്ടും വിലയിരുത്തുവാനായിട്ട് ഉള്ള ഒരു സമയം കണ്ടെത്തുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ ഇനിയൊരു മറ്റൊരു കാര്യങ്ങളൊക്കെ ഇറങ്ങിപ്പുറപ്പെടുന്നത് വ്യാപാര മേഖലയിൽ ഇറങ്ങിപ്പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഒരു 3-4 മാസം ഇട കണ്ടുകൊണ്ട് പിന്നീട് അതിലേക്ക് പണം മുതൽ മുടക്കാം എന്ന ധാരണയോടുകൂടി തന്നെ വിദഗ്ധമായിട്ടുള്ള അന്വേഷണത്തെ തയ്യാറാകുവാൻ ഇടയുണ്ട്. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇന്റർവ്യൂ മുതലായവയിലെല്ലാം തന്നെ അനുകൂലമാകും വിധത്തിൽ അവതരിപ്പിക്കാനും ലക്ഷ്യപ്രാപ്തി നേടുവാനും സാധിക്കും. ക്ലേശകരമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും ആത്മവിശ്വാസത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി അഭിമുഖീകരിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് വളരെ ഗുണകരമായി തീരും എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് മാതൃകാപരമായി തീരുവാനും ഇടയുണ്ട്. വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ഓണാഘോഷത്തിനോടനുബന്ധമായി വിനോദയാത്രയ്ക്ക് അവസരം വന്നു ചേരുമെങ്കിൽ പോലും വാഹനം ഉപയോഗിക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആ സമയങ്ങളിൽ ഉറക്കൊഴിച്ചുള്ള യാത്രയ്ക്ക് പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സകുടുംബം വിദേശത്ത് ഓണാഘോഷം, പുത്രപൗത്രാദികളോടൊപ്പം ഓണാഘോഷം വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ ഒരുപക്ഷെ സമീപത്തുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടും വിപുലമായിട്ടുള്ള രീതിയിൽ ആഘോഷിക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും വഴിയൊരുക്കും. വേറെ ചിലർക്ക് ആഘോഷങ്ങളെല്ലാം ചുരുക്കി അതിനുവേണ്ടി ചെലവാക്കുന്ന പണം ദാനധർമ്മങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഗുണകരമായി തീരും എന്ന് മാത്രമല്ല ഇതിന് പലരും സഹായിക്കുവാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. പലപ്പോഴും സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്നത് വഴി ഏതൊരു വിപരീതമായുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും. മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ അച്ഛന് അസുഖങ്ങളൊക്കെ ഉണ്ടാകുവാൻ ഇടയുള്ളതുകൊണ്ട് ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ചിലർക്ക് തൊഴിൽ ക്രമീകരിക്കുവാൻ തീരുമാനിക്കും. മറ്റു ചിലർക്ക് താമസിക്കുന്നതിന് സമീപത്തുള്ള ഒരു ഗൃഹം വാടകയ്ക്ക് എടുക്കുവാനുള്ള തീരുമാനത്തിനും അന്വേഷണം ആരംഭിക്കുവാനും അതിനു വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും ഇടയുണ്ട്. പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുകയും ഒരുപക്ഷെ ചിലർക്ക് സാംക്രമിക രോഗങ്ങളായിരിക്കാം, ചിലർക്ക് പകർച്ചവ്യാധി ആയിരിക്കാം, വേറെ ചിലർക്ക് ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. ഏതു വിധത്തിലും വ്യായാമത്തിന് പ്രാധാന്യം നൽകണം എന്ന ധാരണയോടുകൂടി യോഗ പരിശീലനത്തിന് അതിൻ്റെ ഒരു കോഴ്സിന് ചേരുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ അനുരഞ്ജന ശ്രമകരമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കും. ഇതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള കരാറു ജോലികൾ വീണ്ടെടുക്കുവാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. സ്തുത്യർഹമായിട്ടുള്ള സേവനം കാഴ്ചവെക്കുന്നത് വഴി പ്രസ്ഥാനത്തിന്റെ ഒരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചിരകാലാഭിലാഷപ്രാപ്തിയായ വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ളൊരു അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നത് വഴി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാൻ അവസരം വന്നു ചേരും. രക്ഷിതാക്കളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ജന്മനാട്ടിൽ ഗൃഹം നിർമ്മിക്കുവാൻ അഥവാ മറ്റു ചിലർക്ക് ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ തുടക്കം കുറിക്കുവാൻ അവസരം വന്നു ചേരും. മംഗളകർമ്മങ്ങളിലും വിരുന്ന സൽക്കാരത്തിലും കലാകായിക മത്സരങ്ങളിലും പങ്കെടുക്കുവാൻ അവസരം വന്നു ചേരും. അവഗണിക്കപ്പെട്ട വിശേഷങ്ങളെല്ലാം ഒഴിഞ്ഞുമാറി പരിഗണിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ആത്മാഭിമാനവും ഉണ്ടാകുവാനിടയുണ്ട്. പലപ്പോഴും അർത്ഥപൂർണമായുള്ള ആശയങ്ങൾ മാതാപിതാക്കളിൽ നിന്നും സ്വീകരിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പലവിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ആരാധനാലയ ദർശനം നടത്തുവാനും
ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാനും സാധ്യതയുണ്ട്. നിഷ്ക്രിയരായ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നത് വഴി ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. പാരമ്പര്യ പ്രവർത്തികളും പൗരാണികമായിട്ടുള്ള ആശയങ്ങളും അവലംബിച്ചുകൊണ്ട് ചെയ്യുന്നവർക്ക് അർഹമായിട്ടുള്ള അനുമതിയും അംഗീകാരവും ലഭിക്കും. ലളിതമായിട്ട് ഏതൊരു കാര്യവും ചെയ്തു തീർക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. ഊഹക്കച്ചവടത്തിൽ നിന്നും പിന്മാറി വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. സൗമ്യ സമീപനത്താൽ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള ഒരു അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. കൃഷി വകുപ്പിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയും കർഷകന്റെ സഹായ സഹകരണത്തോടുകൂടിയും സമാന ചിന്താഗതിയിലുള്ളവരുടെ സാമ്പത്തികമായിട്ടുള്ള സഹായത്തോടുകൂടിയും പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ ഇതിന്റെ ഭാഗമായിട്ട് അവധി ദിനങ്ങളിൽ പോലും ഇതിനു വേണ്ടി യാത്രകൾ ചെയ്യുവാനും ചർച്ചകൾ നടത്തുവാനും പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനും സാധ്യത പോലും കാണുന്നതുമുണ്ട്. ഇതാണ് ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ സെപ്റ്റംബർ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.